മലരേ നിന്നെ കാണാതിരുന്ന കണ്ട് എടാ ഇന്ന് ആ പേട്ടത്തലേൻ്റെ മുഖം കണ്ടോണ്ട രാവിലെ ഇറക്കിയത് ആ വാടന്നിണ്ടി ഇന്നത്തെ ദിവസം പോക്ക. നീ ഇങ്ങനെ നെഗറ്റീവ് ആവല്ലേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പോസിറ്റീവായ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ പോസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും പോസിറ്റീവ് വൈബിൽ എടുക്കണം. അതെ, ഈ മരപ്പട്ടിക്ക് മേക്കപ്പ് ഇട്ടവൻ്റെ പോലത്തെ മുഖം കാണുമ്പോൾ എങ്ങനെ പോസിറ്റീവ് അവനോട് ആ തെണ്ടി. അത് ശരിയാണ്. ഇന്ന് എന്തായാലും ആ പ്രോജക്റ്റ് തീർക്കണം. ആ തെണ്ടിയുടെ ടേബിളിൽ എനിക്ക് കൊണ്ട് വെക്കാനുള്ളൂ. അവിടെ ഇതൊന്നും തീർത്തേ പറ്റുള്ളൂ. എന്തായാലും ഇന്ന് ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിലല്ലോ, അത് പ്രോജക്റ്റ് ചെയ്യാൻ ഉച്ച കഴിഞ്ഞിരുന്നു. അതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും കഴിക്കണം. ഞാൻ ഒന്നും കഴിച്ചല്ലേ, നല്ല വിശപ്പുണ്ട്. വിശപ്പ് ഇവിടുന്ന് കഴിക്കാം. ഇവിടുന്നോ? എന്താ മോശം എന്താ? ഇതാവുമ്പോൾ എനിക്ക് 2 അടിക്കാം, നിനക്ക് നല്ല പൊറോട്ടയും നല്ല ബീഫ് റോസ്റ്റും കഴിക്കാം. അപ്പൊ പ്രോജക്റ്റാ? പ്രോജക്റ്റ് പോരെ. ചേട്ടാ. ഹലോ സാർ. ഹലോ ചേട്ടാ, 2 ബിയർ. നിനക്ക് ബിയർ പറയട്ടെ? എനിക്ക് വേണ്ട. ഉറപ്പാണ്? ഉറപ്പാ, 100% ഉറപ്പാ. ഇതിൽ മയമുണ്ട്. നിനക്കല്ലേ വിശക്കെന്ന് പറഞ്ഞാൽ ഫുഡ് ഓർഡർ ചെയ്യട്ടെ? സാറേ ചേട്ടാ, നല്ല ചൂട് ഫ്രൈഡ് റൈസും നല്ല ചൂട് ചില്ലി ചിക്കനും. ചൂട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അല്ലേ? ഇപ്പം തീർന്നേയുള്ളൂ. അത് കാര്യമാക്കണം. അപ്പോൾ പിന്നെ എന്താ ചേട്ടന് തരാൻ പറ്റും? നല്ല ചൂട് പൊറോട്ടയും ബീഫ് റോസ്റ്റും എടുക്കട്ടെ? പൊറോട്ടയും ബീഫ് റോസ്റ്റും വേണം. പൊറോട്ടയും ബീഫ് റോസ്റ്റും കേട്ടോ. അത് 2 പ്ലേറ്റ്. 2. ശരി. ഈ മിസ്റ്ററിൽ കപ്പലിൻ്റെ ഇല്ലല്ലോ. അത് നീ അറിഞ്ഞ അടുത്ത ആഴ്ച ഇവിടെ പാർട്ടി ഉണ്ട്. മിസ്റ്ററില്ലാതെ കപ്പലിൻ്റെ എൻട്രി ഫീ 500 രൂപയുള്ളൂ. കപ്പൽ എൻട്രി ഫ്രീയാ. പിന്നെ 500 രൂപയും കൊടുത്തിട്ട് ഫ്രീ കിട്ടണ കപ്പലിൻ്റെ ഇനാൻ പോലെ ഇത്ര മണ്ടനായി പോയല്ലോടാ പൊട്ട. എന്താണെങ്കിലും 1 കിലോ മിസ്റ്ററിൽ 1/2 കിലോ കപ്പലിൻ്റെ മസ്റ്റാ. അത് നിയമത്തിലുണ്ട്. സാറേ പൊറോട്ടയും ബീഫ് റോസും തീർന്നു. കരയല്ലേടാ ചേട്ടാ, ഇവിടെ എന്താ ഉള്ള? ഇനിയിപ്പോ ഈ സമയത്ത് ഒരൈറ്റം ഉണ്ട്, നല്ല ചൂട് കപ്പലണ്ടി എടുക്കട്ടെ? സാറേ ഇതൊന്നും ഇവിടെ ശരിയാവൂലട്ടാ, സീനാകൂടെ. ഒരു ബിയറും കൂടിയാ? ഇത് ഞാൻ ഡീൽ ചെയ്ത് തരാം. ചേട്ടൻ ഒരു ബിയർ ഉണ്ടോ പ്ലീസ്? ഇതും കൂടി തീർത്തിട്ട് പെട്ടെന്ന് കൊണ്ടുപോയിക്കോളട്ടെ. തന്നെ നീ വല്ലതും കഴിച്ചോ? അയ്യോ, നിന്റെ തലയ്ക്ക് എന്താ പറ്റിയേ? എന്താ ഇതൊക്കെ? നിനക്കൊന്നും ഓർമ്മയില്ലല്ലേ? എന്ത് പറ്റിയടാ? ഞാൻ കപ്പലണ്ടി മാഫിയ തലവനാണെന്നും പറഞ്ഞ് ആ മിശ്രപാത്രം എടുത്ത് എന്റെ തലയിലടിച്ചത് ഒന്നും നിനക്ക് ഓർമ്മയില്ല അല്ലേ? അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? 3 സ്റ്റിച്ചുണ്ട്. ഇതിലാണോ? തലയിലാണല്ലേ? എന്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് ഈ കെട്ടിലൊതുങ്ങി. 2 പഞ്ഞിയും കൂടെ ആക്കായിരുന്നു. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ എനിക്ക് കള്ള് വേണ്ടെന്ന്. മേടിച്ചു കഴിഞ്ഞ് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് വേണ്ടായിരുന്നു. എടാ, എനിക്ക് വിശന്നിട്ട് വയറ് കത്തണം. ഞാൻ പോയി എന്തെങ്കിലും മേടിച്ചിട്ട് വരാം കഴിക്കാൻ. നിനക്ക് പൊറോട്ടയും ബീഫ് റോസ്റ്റും മേടിച്ചോണ്ട് വരാം. വേണ്ട, എന്താ? ചവക്കാൻ പറ്റൂല. എനിക്കൊരു ജ്യൂസ് മേടിച്ചു തരാം. മേടിക്കാം. എന്ത് വേണ്ട? ഒരു അവക്കാഡോ ഷേക്ക് മേടിക്കാവോ? അവക്കാഡോ ഷേക്കാ? ആപ്പിൾ ജ്യൂസ് അറിയാം? ഒരു ആപ്പിൾ ജ്യൂസ് മേടിക്കാം. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം, ലേറ്റ് ആവുമെന്ന്. അതെ, അല്ലെങ്കിൽ വേണ്ട. അല്ല നീ പോയിട്ടോ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, വന്നിട്ട് പറയാം. ആണോ? എടാ, പിന്നെ ഈ സംഭവിച്ചൊക്കെ നീ ഒരു പോസിറ്റീവ് വൈബിലെടുത്ത്. അയ്യോ തല. പാർസലേ സാറേ? അല്ല സാറേ. ചേട്ടാ, എനിക്ക് പൊറോട്ടയും ബീഫും വേണം. ബീഫ് ഫ്രൈ ഉണ്ട്, ബീഫ് കറി ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്. ഈ തേങ്ങാ കൊത്തൊക്കെ? അതെ, നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. അത് തന്നെ, അത് മതി. പൊറോട്ട എത്ര എണ്ണം? ഒരു 7 പൊറോട്ട വേണം. കുടിക്കാൻ എന്താ? കുടിക്കാൻ ഒരു ആപ്പിൾ ജ്യൂസ്. ചോട്ടു
പാർസൽ റെഡി. എടാ ജസ്റ്റ് മിസ്, ഒരു 5 മിനിറ്റ് കൂടെ വൈകിരുന്ന ആ വാർഡനെ ഇപ്പൊ ഗേറ്റ് കൂട്ടിയാണ്. ഓ വിശന്നിട്ട് ആമാശി അമ്മയ്ക്ക് വിളിക്കണേ. ജ്യൂസ് അവിടെ തരാം. നീ എന്തൊരു സർപ്രൈസ് പറയാണ്ടെന്ന് പറഞ്ഞ? ആ അത് ഞാനല്ലേ ആ പ്രോജക്റ്റ് അങ്ങ് ഒറ്റയ്ക്ക് എഴുതി സബ്മിറ്റ് ചെയ്ത്. അയ്യോ ഞാൻ എന്ത് ചെയ്യൂനി? മിണ്ടരുത് വന്നേ. എൻ്റെ ഒരു സമാധാനത്തിന് നിന്നോട് ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടടാ. ജ്യൂസ് എടുക്കടാ. ഞാനൊരു സർപ്രൈസ് പറയട്ടെ. ആ ജ്യൂസ് വെക്കാൻ അവർ മറന്നു പോയടാ. സോറി. ഞാൻ കഴിച്ചോട്ടെ? ഒരു സെറ്റ് ദോശ ചമ്മന്തി പാർസല്. ഒരു സെറ്റ് ദോശ ചമ്മന്തി പാർസല്. എന്തോ പറ്റിയടാ, പാർസല് മാറിപ്പോയോ? ഇതൊക്കെ ഒരു പോസിറ്റീവ് വൈബിൽ എടുക്കണ്ടടാ. സാരമില്ല, പോട്ട്. ഇപ്പൊ എന്തെങ്കിലും എടുത്ത് കഴിക്ക്. എനിക്ക് ദോശ ഇഷ്ടമല്ല. എനിക്ക് പൊറോട്ട ബീഫ് റോസ്റ്റ് വേണം. എന്തായാലും നിന്റെ പൊതി കിട്ടിയൊരു ലോട്ടറി അടിച്ചു. ഹൈ മാംസാഹാര ഇല്ലത്തൊക്കെ കടന്നു വന്നിരിക്കുക.